ഹലോ ഗായ്സ്, നമുക്കിന്നൊന്ന് എൻ്റെ സ്വന്തം അമ്പലത്തിൽ പോയിട്ട് വന്നാലോ. സ്വന്തം അമ്പലം എന്ന് വെച്ചാൽ എൻ്റെ അമ്മേൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള അമ്പലത്തിൽ പോയിട്ട് വന്നാലോ. പണ്ടൊക്കെ ഞാനൊരു അമ്പലവാസി കുട്ടിയായിരുന്നു, അറിയാമോ. ഇപ്പം ആണ് കാലം മാറുന്നതിനനുസരിച്ചിട്ട് കോലം മാറുമല്ലോ. റെഡി ആയിട്ട് വരാം, ഓക്കെ ടാറ്റാ. അപ്പോൾ നമുക്ക് പോയാലോ. എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ തലശ്ശേരിയിലേക്കോ എവിടെയെങ്കിലും, എൻ്റെ സ്ഥലം എടത്തിലമ്പലമാണ്. അപ്പോൾ ഇവിടുന്ന് തലശ്ശേരിയിലേക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ആദ്യം ഓട്ടോ പിടിച്ചിട്ട് വേണം തലശ്ശേരിയിലേക്ക് പോയി. ദീ കാണുന്നതാണ് നമ്മളെ സ്വന്തം കുയ്യാലിപ്പാലം. കുയ്യാലിപ്പുഴ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെ നമ്മൾ തലശ്ശേരി എത്തി. തലശ്ശേരിയിൽ നിന്ന് കൂട്ടുപറമ്പ് ബസ് കയറി. ഈ ബസ്സിനൊക്കെ വെച്ചിട്ട് പാട്ടേതാ നടക്കുന്നത് ചോദിക്കാൻ പറ്റുമോ? ഈ ഒരൊറ്റ വേർഡ് കൊണ്ട് ഇരുന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ബസ് ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോ കയറിയിട്ട് എരുവട്ടിക്കാവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എരുവട്ടിക്കാവിലേക്ക് അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ എനിക്ക് നടക്കാൻ കയറാണ്. വീട്ടിന് ചൂടല്ലേ, വെറുതെ എന്തിനാ പണി വാങ്ങിക്കൂട്ടുന്നതെന്ന് വെച്ചിട്ട് ഓട്ടോന്ന് കയറി. എനിക്ക് ഞാൻ ഈ നാട്ടിലേക്ക് വരുന്നിടത്ത് എനിക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജിയ അടിക്കാറുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഓർമ്മ വെച്ച് വെച്ച് തുടങ്ങിയ നാടിതാ, എൻ്റെ അമ്മയുടെ നാടാണ്. അപ്പോൾ ഈ അമ്പലമോ അല്ലെങ്കിൽ ഈ കണ്ട ആൽത്തറയോ ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല. എല്ലാം ഇപ്പോൾ പുതുക്കി മൊത്തത്തിൽ മാറ്റിയതാണ്. ഇത് മൊത്തത്തിൽ മാറ്റിയതാണ്. ഇപ്പോൾ ശരിക്കൊരു അത്യാവശ്യം നല്ല എടുപ്പുണ്ടെങ്കിലും മുമ്പേ ഉള്ള ഈ ഒരു ഫീലൊന്നും എനിക്കിപ്പോൾ കിട്ടില്ല. അമ്മേൻ്റെ ഫ്രണ്ട്സായിരുന്നു വായിക്കുന്നത്. അമ്മയുണ്ടായിരുന്നു ഒരു കാലത്ത് ഈ കൂട്ടത്തിൽ. സൈഡിലൂടെ ഞാനും ഉണ്ടായിരുന്നു. റെസിപ്റ്റ് കുറിച്ചു, കയറി തൊഴുതു, പ്രാർത്ഥിച്ചു, പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ ഓർമ്മ എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ശനിയാഴ്ച ആകുമ്പോൾ നമുക്കിവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ കയറി ഭജനം പാടും, അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ അമ്പലത്തിലെ പാട്ട് കേട്ടിട്ടായിരിക്കും നമ്മൾ എണീക്കുന്നുണ്ടാവുക. രാവിലെ തന്നെ ഈ അമ്പലത്തിൽ നിന്നുള്ള ഈ ഒരു പാട്ട് കേൾക്കുന്നിടത്ത് നമുക്കൊരു വേറെ തന്നെ ഒരു ഫീൽ കേൾക്കില്ല. ശംഖുവിളിയും പാട്ടും ആ ഒരു ഇത് വേറെ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇനി വീട്ടിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ അമ്പലം. ആ നേരെ കാണുന്നതാണ് അമ്പലക്കുളം. ആ അമ്പലക്കുളത്തിൽ ഇങ്ങനൊന്നും അല്ലായിരുന്നു. പക്ഷെ ഇപ്പം തറയെല്ലാം കെട്ടി മൊത്തം മാറ്റി. ഇനി ഈ അമ്പലമില്ലേ, അമ്പലം ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി നേരെ ഇങ്ങനെ പോയി ഈ വീട്, ആദ്യത്തെ വീടും കഴിഞ്ഞിട്ടാ ആ കാണുന്ന വീടുണ്ട്. ആ കാണുന്ന വീടാണ് എൻ്റെ അമ്മേൻ്റെ വീട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്കൊരു സ്വർഗ്ഗം ഉണ്ടായിരുന്നു. ഇതൊന്നും അല്ലായിരുന്നു, ഒരു ചെറിയ വീടായിരുന്നു. ഇപ്പം അതൊക്കെ മാറ്റിയെടുത്ത് ഇങ്ങനെ ആക്കി. കണ്ട, ആ കാണുന്നതാണ് അമ്പലം. പിന്നെ വീട്ടിൽ കയറി വലിയമ്മേനെ ഒന്ന് കണ്ട് പിന്നെ കണ്ണാടി ഒന്ന് നോക്കി. മുല്ലപ്പൂ കാണിച്ചേട്ടെ, വേറെ ഒന്നുമല്ല, കുറച്ച് പട്ടിഷു. ഇതാണെങ്കിൽ നമുക്ക് വരുന്ന വഴിക്ക് കുറച്ച് മുല്ലപ്പൂല മഴയുണ്ട്. നമുക്ക് മുല്ലപ്പൂല മഴയിലാണ് തിരിച്ചു പോവുക. ഓട്ടോ കിട്ടുമെന്ന് നല്ല ഡൗട്ടുണ്ട്. കാരണം ഇത്രയും രാവിലെയാണ്. പിന്നെ ഇവിടെ ഒരുമാതിരിപ്പെട്ട, ഞാൻ പറഞ്ഞില്ലേ, മെയിൻ സ്റ്റോപ്പിലേക്ക് ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അമ്പലത്തിൽ നിന്ന് കുറച്ചല്ല, ഒരു 1.5-2 കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാനുണ്ട്. അതിനെക്കൊണ്ട് അത്ര നടത്തൊന്നും താങ്ങൂല. അപ്പം മെല്ലെ പോയി ഇവിടെ അപ്പുറത്തൊരു കടയുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ ഓട്ടോ കിട്ടും. നോക്കാം. പോസ്റ്റാണ് ഗസ്. അത്യാവശ്യം കുറച്ച് നേരം കഴിഞ്ഞിട്ടും ഓട്ടോ ഒന്നും വന്നിട്ടില്ല. അനക്കാണെങ്കിൽ വെയിലടിച്ചിട്ട് മൈഗ്രെയിൻ്റെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ആർക്കെങ്കിലും പ്രശ്നമുണ്ട് പറ കേട്ടോ. അനക്കും ഉണ്ട്. ചെറുങ്ങനെ വെയിൽ പിടിച്ച് തന്നെ അപ്പോഴത്തേക്ക് തുടങ്ങും ഇപ്പം ഉണ്ടാകാൻ. അങ്ങനെ കാത്ത് നിന്നൊരു ഓട്ടോ കിട്ടി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗ്യത്തിന് നാട്ടിലേക്ക് തന്നെയുള്ള ഓട്ടോ കിട്ടിയത് കൊണ്ട് തന്നെ കറക്റ്റ് വീടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റി. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ആണെങ്കിൽ ഇവൻ്റെ കുറേ സ്നേഹപ്രകടനങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം ഇനി നമുക്ക് വീണ്ടും അടുത്ത ഇതിൽ കാണാം. എനിക്ക് ശരിക്കും ഇങ്ങനെ വ്ളോഗ് എടുത്തിട്ടൊന്നും വലിയ പരിചയമില്ല. പിന്നെ ഓരോരുത്തർ ചെയ്യുന്ന കാണുന്നതൊരു ത്വര ഉണ്ടാവില്ലേ, ആ ത്വര കൊണ്ടാണ് ഇങ്ങനെ വെറുപ്പിക്കുന്നത്. ഓക്കെ, ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് ഒന്ന് ഉഷാറാക്ക്.